അല്ല, ഇതാരാ ഇത്? ബാബാ ഇരിക്കൂടെ. ഈ വെയിലത്ത്, പെരും വെയിലത്തൊക്കെ ഇറങ്ങി വന്നല്ലോ ഇങ്ങോട്ട്. ഇരിക്ക്. ആ അമ്മ, ഇതെന്താ ഇമ്മ ഈ സമയത്ത് ഒറ്റയ്ക്ക്? ഞാൻ നമ്മുടെ റസിയയുടെ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം പ്രസവിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അവിടം വരെ ഒന്ന് വന്നപ്പോൾ ഞാൻ ചെന്ന് ഇവിടം വരെ വന്നിട്ട് ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഫോണിൽ കൂടെ പറഞ്ഞത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ വാപ്പ ഇങ്ങനെ പറയാം, ഈ പ്രാവശ്യം പെരുന്നാൾ പിള്ളേരും അവളും ഒക്കെ അവിടെ വന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടേ. എന്താണെന്ന് അറിഞ്ഞില്ല, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ പറയുന്നുണ്ട് ആൾ. പിന്നെ എനിക്കും ഒരു ആദ്യമൊന്നും ഞാൻ കാര്യമാക്കി എടുത്തില്ല. പിന്നെ എനിക്കും തോന്നി അത് ശരിയായിരിക്കുമല്ലോ. ഇപ്പോൾ കുറേ ആയില്ലേ അങ്ങനെയൊക്കെ വന്നിട്ട് പിള്ളേരൊക്കെ. അവർ സാധാരണ വരുന്നത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ. അപ്പം ഒരാഗ്രഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് വിളിച്ച് പറയുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞത് ശരിയാവില്ല, നേരിട്ട് വന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം ഇവളെയും പിള്ളേരെയും അങ്ങോട്ടൊന്ന് പെരുന്നാളിന് മുമ്പ് അങ്ങോട്ട് വിടുവാണെങ്കിൽ അവർ പെരുന്നാൾ കഴിഞ്ഞ് വരും, പിറ്റേന്നെങ്കിൽ വരും അവർ. അപ്പോൾ വയ്യാതെ കിടക്കുന്നൊരു മനുഷ്യനല്ലേ, ഇവളെയും പിള്ളേരെയൊക്കെ അങ്ങോട്ടൊന്ന് വിടാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെങ്ങനെ ശരിയാകും? ഇവളങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുന്നത്? എൻ്റെ മോളും കൊച്ചുമക്കളും ഒക്കെ വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? ഇവളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആര് ചെയ്യും? എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഈ അടുക്കളയിൽ കയറാനൊന്നും പറ്റത്തില്ല. വല്ലച്ചാലും വലിയ ചായയോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പിള്ളേർക്കാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നോ എനിക്ക് പോലും അറിയത്തില്ല. അതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് അവളെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ശരിയാവത്തില്ല. അവളെന്നും വരുന്നത് പോലെ അവൾ വരുമല്ലോ. പെരുന്നാളിനൊക്കെ മുമ്പേ അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെ? അത് ശരിയാവത്തില്ല. അവൾ പോയി കഴിഞ്ഞിട്ട് അവൾ വേണേൽ അങ്ങോട്ട് വരട്ടെ. പിള്ളേരും ഒക്കെ വന്ന് 2-3 ദിവസം നിൽക്കട്ടെ. പിന്നെ ബാക്കി കാര്യം ഞങ്ങൾ നോക്കാം. അല്ലാതെ എൻ്റെ മകളും പിള്ളേരും വരുമ്പോൾ ഇവളിവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അവർ പോയതിൻ്റെ പിറ്റേന്ന് ഇവളും അങ്ങോട്ട് വരും. അതിപ്പോൾ നടക്കത്തുള്ളൂ. എന്നാ ഉമ്മ, ഞാൻ പെരുന്നാളിൻ്റെ അന്ന് പോട്ടെ. ഞാനെന്നാൽ രാവിലെ എല്ലാം ജോലിയെല്ലാം ഒതുക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. അല്ല വാപ്പ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അന്നെങ്കിലും പോവാം. ജോലിയെല്ലാം ഞാൻ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എല്ലാം ചെയ്തു വെച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. എന്നിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ പോട്ടെ ഉമ്മ ഞാൻ. എന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം അവൾ എന്നും വരുന്നത് പോലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വിട്ടാൽ മതി അവരെ. ഇതിപ്പം പിള്ളേരും ഇവളും വരുമ്പോഴേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലൊരു അനക്കം വെക്കുന്നത് തന്നെ. അല്ലാതെ പെരുന്നാളെന്ന് പറഞ്ഞ് ഇവളിവിടുന്ന് കെട്ടിച്ചോടിന് ശേഷം അങ്ങനെയുള്ള പെരുന്നാളാഘോഷം ഞങ്ങൾക്കില്ല. പിന്നെ ഇവളിങ്ങനെ വരുമ്പോഴേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് തന്നെ. എപ്പോഴും മക്കളൊക്കെ വരുമ്പോൾ ഒരു ബഹളമൊക്കെ തന്നെയല്ലേ. എന്തോ ഈ പ്രാവശ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യത്തിന് വിട്ടാൽ മതി, സാരമില്ല, ഞാൻ വന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. ഞാനെന്നാ പോട്ടെ. വാപ്പ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ. ഈ നല്ലോണം വെയിൽ ഇതാക്കുന്നതിന് മുമ്പ് ഞാൻ പോവുക. ശരി. ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇവൾ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. എൻ്റെ മോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ്. വെയിലിന് മുമ്പേ പോകാൻ നോക്ക്. ഞാനിപ്പോൾ ഇച്ചിരി കിടക്കട്ടെ. എനിക്കും ശരീരം കുഴഞ്ഞു വരുന്നു. സാരമില്ല മോളെ, ഉമ്മ വന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ അത് ഓർത്തൊന്ന് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി ഇവരെ വെറുപ്പിച്ചൊന്നും മോൾ വരാൻ നിൽക്കുകയൊന്നും വേണ്ട. അവർ തീരുമാനിക്കുന്നത് പോലെ മോൾ വന്നാൽ മതി. പിന്നെ വാപ്പ അങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ട് എന്തോ എൻ്റെ മനസ്സിനകത്തൊക്കെ എന്തോ പോലെ തോന്നി. അതുകൊണ്ടും വന്ന് പറഞ്ഞതേ ഉള്ളൂ. മോളത് ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ പിള്ളേർ വരാൻ വേണ്ടി ഉമ്മ കാത്തിരിക്കുന്നില്ല മോളെ. വാപ്പ ഒറ്റയ്ക്കുള്ളല്ലോ, അറിയാമല്ലോ. അതുകൊണ്ട് അവരെപ്പോഴാണ് മോളെ വിടുന്നത് വെച്ചാൽ മോളപ്പോൾ വന്നാൽ മതി. അല്ലാതെ ഇനി ഒരു വെറുപ്പിക്കലൊന്നും വേണ്ട. മോൾ വിഷമിക്കേണ്ട. വന്ന് പോട്ടെ എന്നാ. ഞാൻ അന്ന് വരാൻ നോക്കാം. ഹലോ. ഉമ്മ പറഞ്ഞത് കേട്ടല്ലോ നീ.
അതുകൊണ്ട് നീ പെരുന്നാളിന് അന്ന് ഇവിടെ വരാൻ നോക്കണം. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടും പോയാൽ മതി. അതെന്താ? അതെങ്ങനെ ശരിയാവും? അല്ലേ, പെരുന്നാളുമായിട്ട് ആ തള്ള വിടത്തില്ലെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കാമല്ലോ. ഓ, ആകപ്പാട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വിശേഷം വരുമ്പോഴേ കുറച്ച് ദിവസമൊക്കെ നിന്നെ ഈ വീട്ടിലോട്ടൊക്കെ വിടുന്നത് തന്നെ. അത് പറ്റത്തില്ല. ആ അത് നടക്കത്തില്ലെന്ന് പറ. അവരുടെ മോളും മക്കളും ഒക്കെ വരുന്നെങ്കിൽ അവർ വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ. അല്ല നീയാന്ന് അവിടെ വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടത്. അതെവിടുത്തെ ന്യായം അത്? അത് പറ്റത്തില്ല. ഞാൻ വരാം അവിടെ. അല്ല, ഞാൻ ഇപ്പം തന്നെ ആ തള്ളെ വിളിച്ച് ഞാൻ സംസാരിക്കാം. എൻ്റെ മോളെ മര്യാദയ്ക്ക് ഇവിടെ വിടാൻ പറയണം. ഞങ്ങൾക്ക് ഒന്ന് കാണണ്ടേ നിങ്ങളൊക്കെ? എൻ്റെ മക്കളുടെ ഒച്ചയും ബഹളമൊക്കെ വേണ്ടേ ഇവിടെ ഒരു പെരുന്നാളായി കഴിഞ്ഞാൽ? ആ പ്രതീക്ഷയിലാണ് ഞാനിവിടെ കഴിയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വരുത്തില്ലെന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെടുക്കാനാ? ഇങ്ങനെയുള്ള സന്തോഷ ദിനങ്ങളല്ലേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആഘോഷിക്കുന്നത്. അത് പറഞ്ഞാൽ പറ്റത്തില്ല. നീ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ വിളിച്ചോളാം അവരെ. പോകണ്ടെന്ന് പറയാൻ അവരാരാ? അമ്മ വിളിച്ചോളാം മോളെ. നീ വരാനൊക്കെ തയ്യാറാക്കിക്കോ. വല്ല ഇതെടുത്താൽ ഞാൻ പെരുന്നാളുടെ തലേന്ന് വന്ന് നിന്നെ വിളിച്ചോണ്ട് പിന്നെ അതൊരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നീ പെരുന്നാളത് രാവിലെ കാപ്പിയോടും കഴിഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്. ഞാൻ വിളിച്ചോളാം അവരെ. നിൻ്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചോളാം. അവനെ വിളിച്ചാൽ ഞാൻ പറയാം. അത് നടക്കത്തില്ല. നീ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. പെരുന്നാളും കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ നിന്നോട്ടൊക്കെ. ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിലെ വെക്കേഷനൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നീ പോയാൽ മതി. എപ്പോഴും അവിടെ തന്നെ അല്ലേ കെട്ടിക്കിടക്കുന്നത്. ശരി ഉമ്മായെ, അവരെ ഒന്ന് വിളിക്കാം കേട്ടാ. മോള് വെച്ചോ ഫോണ്. ശരി എന്നാൽ. ഒരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ വിളിക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലെന്ന് വരും അവളെ വിടുന്ന കാര്യത്തിൽ. ഉമ്മ ഇപ്പം എൻ്റെ വീട്ടിൽ വിടാതെ ഉമ്മ വാശി പിടിക്കുന്നില്ലേ, എന്നതുപോലെ അവരും വാശി പിടിക്കുമായിരിക്കും. പക്ഷെ ഉമ്മ നേരിട്ട് ചിലപ്പോൾ സംസാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവളെ വിടുമായിരിക്കും. എല്ലാവരും ഉമ്മയെപ്പോലെ ആകണമെന്നില്ലല്ലോ. അപ്പോൾ ഉമ്മയുടെ മോളിവിടെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് കാണും. എൻ്റെ വീട്ടിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അവൾ പോയതിന് ശേഷമേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ വലുതാണ്.